BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. റോയലോ കോലാനി, തൊടുപുഴ. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ തന്നെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തിയെന്ന് OK പൗലോസ് MLA. ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കട്ടപ്പനയിൽ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കട്ടപ്പന DYSP VT ഷാജൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്ഷീര കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ KJ ജോസ്മോൻ. എബോള, ഷിഗല്ല വൈറസുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ വ്യാപിക്കുമെന്നോർത്ത് ആശങ്കപ്പെടേണ്ടെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വെച്ച് ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട LIC ഏജന്റുമാരെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. LIC ഏജൻസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തനം തന്നെയാണ് LIC ഏജൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുക, ജനങ്ങളോട് ഒത്തുനിൽക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും കടമയും കർത്തവ്യവുമെങ്കിൽ ഇതും ആ ഒരു അർത്ഥത്തിൽ പൊതുപ്രവർത്തനം തന്നെയാണ്. എല്ലാ മേഖലയിലും എത്തപ്പെട്ട് അവരുമായിട്ടുള്ള സമ്പർക്കം പുലർത്തി അവരുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത്, പ്രത്യേകിച്ചും LICയുടെ കാര്യത്തിലാണെങ്കിൽ പോളിസി അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സേവനം തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു നിലയിൽ തന്നെ പോളിസി എടുപ്പിക്കാനും അതിന് ഫോളോ അപ്പ് കൊടുക്കാനും ഒക്കെ തന്നെ നടത്തുന്നതായിട്ടുള്ള ആ വിശിഷ്ട സേവനം എല്ലാ അർത്ഥത്തിലും എടുത്തു പറയണം. ഞാൻ പലപ്പോഴും ഇത്തരം മീറ്റിങ്ങുകളിൽ പറയാനുള്ള ഒരു കാര്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളവർ ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി LIC ഏജൻസിനായിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരാൾ നേരെ നോക്കി പറയല്ലേ എടുക്കാൻ പറ്റത്തില്ല, എന്നാലും പിന്നെയും പോകാനുള്ള ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇപ്പം എൻ്റെ അടുക്കലൊക്കെ എത്രയോ ആൾക്കാർ വരുന്നു, ഫോൺ വിളിച്ച് ചോദിക്കുന്നു. അതിലുപരി അപ്പം തന്നെ നമുക്കറിയാമല്ലോ എത്രത്തോളം ഈ കാര്യത്തിലൊക്കെ ഒരു സ്ട്രെയിൻ എടുക്കുന്നുണ്ട് എന്നുള്ളത്. യോഗത്തിൽ വെച്ച് ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട LIC ഏജന്റുമാരെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓരോ ബ്രാഞ്ചിലും എടുത്തു കഴിഞ്ഞാൽ 300, 400, 500 ഏജന്റുമാരുണ്ടാവും. പക്ഷേ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ. ആ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെ നമ്മൾ കാര്യത്തിന് വിളിച്ചാൽ പങ്കെടുക്കുന്നത് അതിന്റെ 10-1 പോലുമില്ല. 100 ഏജന്റുമാരുണ്ട്, നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ വെച്ചാൽ ഒരു 10 പേർക്കുള്ളൂ വരില്ല വരൂ. അപ്പൊ എല്ലാവർക്കും ഓരോരോ തിരക്കുകളാണ്. അതേസമയം ജീവനക്കാരങ്ങനെയല്ല. അവരൊക്കെ കേട്ടാ അവരുടെ സമരം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്രാഞ്ച് തുറക്കില്ല. നമ്മുടെ സമരം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയേണ്ടതുണ്ട്, പൈസ അടയ്ക്കും. ദേശീയ രക്ഷാധികാരി C രാധാകൃഷ്ണൻ, ഡിവിഷൻ പ്രസിഡന്റ് ജോസഫ് കുര്യൻ, ബിജു ജോസഫ്, VA ശിവൻപിള്ള, CP കൃഷ്ണൻ, ടോമി M ജെയിംസ്, R കണ്ണൻ, P കാമരാജ്, VA ജോസഫ്, LIC നെടുങ്കണ്ടം ബ്രാഞ്ച് മാനേജർ BH രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി PT സാംകുട്ടി, ജനറൽ സെക്രട്ടറിയായി P സലീം, ട്രഷററായി ലൈല രാജേഷ് എന്നിവരടങ്ങിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ തന്നെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തിയെന്ന് റോയ് കെ പൗലോസ് MLA. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും എന്നാൽ വോട്ടർമാർ തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. ചെറുതോണി പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങും അംഗങ്ങളുടെ ID കാർഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതോണി പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും നടന്നു. റോയ് കെ പൗലോസ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ തന്നെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തിയെന്നും ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും എന്നാൽ വോട്ടർമാർ തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചെന്നും റോയ് കെ പൗലോസ് MLA പറഞ്ഞു. ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് വന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ നിയമനം വഴങ്ങാനായിരുന്നില്ല, ഇപ്പോഴുമല്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ വന്ന സന്ദർഭത്തിൽ ചില മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരിക്കലും ഒരു ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ സങ്കടകരമെന്നും ഞാൻ മറ്റ് ഭാഷകളൊന്നും പറയണില്ല, അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ അതിനകത്ത് ഞാൻ ജനിച്ച സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞ് അതിലുള്ള അംഗസംഖ്യ എത്രയാണെന്ന് തിട്ടപ്പെടുത്തി അത് ചാനലുകളിലൂടെ പറയുന്ന ഏർപ്പാടുകൾ അത് പ്രധാനമായും കട്ടപ്പന കേന്ദ്രീകരിച്ചാണ് ഞാൻ പറഞ്ഞത്. ചെറുതോണി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ എടക്കുളത്തിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KS മധു സ്വാഗതം ആശംസിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ബിജു വൈശ്യംപറമ്പിൽ നന്ദി പറഞ്ഞു. അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയ ഹെലൻ ലാജി, ആദിത്യൻ S നായർ, ബെസ്റ്റിൻ ബിജു, ആദിത്യ സുനിൽ, അഭിനന്ദ് K മധു എന്നിവരെയാണ് അനുമോദിച്ചത്. ട്രഷറർ VK സ്റ്റാലിൻ, ജോയിന്റ് സെക്രട്ടറി KM ജലാലുദ്ദീൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ലാജി പ്ലാത്തോട്ടം, PN നിസാമുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കട്ടപ്പനയിൽ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കട്ടപ്പന DYSP VT ഷാജൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരി മാഫിയയുടെ വേരറുക്കുവാനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും ഈ ദൗത്യം ലക്ഷ്യമിടുന്നു. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും നടന്നു. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ SHO ഷാജു AN, SIമാരായ എബി ജോർജ്, ബേബി ബിജു, അനൂപ് PK, വിനോദ്, നിസാർ MK, അനിൽകുമാർ, ASI സതീഷ് കുമാർ, ജിൻസ് വർഗീസ്, ഷമീർ, സബീന BV, രഞ്ജിത EM തുടങ്ങിയവർ നേതൃത്വം നൽകി. സെന്റ് ജോർജ് സ്കൂളിൽ നിന്നും ഈ 3 സ്കൂളിലെയും കുട്ടികളും SPC, NCC, റെഡ് ക്രോസ് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ഒരു റാലി ഈ നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ അവസാനിച്ച ഇവിടെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനുള്ള 2 ഫ്ലാഷ് മോബുകളാണ് ഇവിടെ നടന്നത്. ഡാൻസും ആണിപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇതിനടിമകളാക്കുന്ന ലഹരി മാഫിയയുടെ വേരറുക്കുന്നതിന് വേണ്ടി, അതിൻ്റെ കുട്ടികളുടെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടി, ഉപഭോഗം കുറക്കുന്നതിന് വേണ്ടി, ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെ വിൽപ്പനയും അതിൻ്റെ വ്യാപനവും തടയുന്നതിന് വേണ്ടിയെല്ലാം കേരള പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നടന്ന ഈ പരിപാടിയിൽ സഹകരിച്ച ഈ 3 സ്കൂളുകളുടെയും അധ്യാപക സുഹൃത്തുക്കളോടും അവിടുത്തെ കുട്ടികളോടും ഇവിടെ ഈ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ച അവർക്ക് പിന്തുണ നൽകിയ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ SHOയുടെ നേതൃത്വത്തിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ക്ഷീര കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ KJ ജോസ് ആവശ്യപ്പെട്ടു. ഉൽപാദന ചെലവ് കുത്തനെ ഉയരുമ്പോഴും കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ലെന്ന് വിമർശനം. വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ ഒഴിവാക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും ഉൽപാദന ചെലവ് കുത്തനെ ഉയരുമ്പോഴും കർഷകർക്ക് ന്യായമായ വില ലഭിക്കാത്തത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ KJ ജോസ് പറഞ്ഞു. കാലിത്തീറ്റ, കാർഷിക ഇൻപുട്ടുകൾ, കീടനാശിനികൾ, വളങ്ങൾ തുടങ്ങിയവയുടെ വിലവർദ്ധനവ് കർഷകരെ സാമ്പത്തികമായി തളർത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തി പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പാർട്ടി നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഉണ്ടായി. വളത്തിന് ലഭ്യതക്കുറവും കീടനാശിനികളുടെ ലഭ്യതക്കുറവും ഉള്ളത് തന്നെ വളരെ വലിയ വില കൊടുക്കേണ്ട സാഹചര്യം കർഷകർക്കുണ്ടാവുക. കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കാർഷിക ചെലവ് പ്രധാനമായും ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് ഈ വളത്തിൻ്റെ കീടനാശിനിയുടെയും വില വർധനവും അതിൻ്റെ ദൗർലഭ്യവുമാണ്. ഈ കാര്യങ്ങളെ കൃത്യമായി പരിഗണിക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാണ്. രണ്ടാമത് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇത്രയും നാളും ജനങ്ങളാണ് ഒരു ഭരണകൂടത്തെ വോട്ട് ചെയ്ത് തീരുമാനിച്ചത്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടം ഉണ്ടായി. ഇപ്പം അങ്ങനെയല്ല, ഭരണകൂടം തിരഞ്ഞെടുക്കുന്ന വോട്ടർമാരായിപ്പോൾ. കാരണം നമ്മുടെ വോട്ടവകാശവും പൗരാവകാശ പൗരം എന്ന നിലയ്ക്കുള്ള നമ്മുടെ അവകാശങ്ങളും ഏത് നിമിഷവും ലംഘിക്കപ്പെടും. നാളെ നമുക്ക് വോട്ടുണ്ടാകണോ വേണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴത്തെ ഗവൺമെൻറ് തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കോടതികളെ സമീപിക്കുമ്പോഴൊക്കെ മുമ്പ് കോടതികളായിരുന്നു നമ്മുടെ ഭരണഘടനാ അവകാശങ്ങളുടെ സംരക്ഷകർ. ഇങ്ങോട്ടാരും പോരണ്ട, ഞങ്ങൾ ഇതിനില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയും. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടം എന്ന ജനാധിപത്യ സങ്കല്പത്തിന് പകരം ഭരണകൂടങ്ങൾ വോട്ടർമാരെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം രാജ്യത്ത് രൂപപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പശ്ചിമ ബംഗാളിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്ന ആരോപണം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ശക്തമായ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയരേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും വ്യക്തമാക്കി. പാർട്ടി ജില്ലാ പ്രസിഡന്റ് MM ജോർജ് അധ്യക്ഷത വഹിച്ചു. KDP സംസ്ഥാന ജനറൽ സെക്രട്ടറി സാജു M ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി PK ജയൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ജിസൺ ജോയ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മഞ്ചേരിയിലെ പത്രപ്രവർത്തക കൂട്ടായ്മയുമായി സഹകരിച്ച് ഏകദിന മാധ്യമ വർക്ക്ഷോപ്പ് വാർത്താ ലാബ് മഞ്ചേരിയിലെ മലബാർ ഹെറിറ്റേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. C ജമാൽ, KMA ഷുക്കൂർ, M ശശികുമാർ എന്നിവർ സംസാരിച്ചു. Personally speaking, election was the time when I came and joined Malappuram as collector. So that time we used to have a lot of interactions with the media, with the press, because we have to give information almost on a daily basis. But that I'm coming here and getting this chance to get acquainted with all of you. And I must say, I must congratulate the ministry, the PIB officials for this very wonderful initiative, Vartala. This gives a platform for both the sides, from the side of government also and for the journalists also, to have a very fruitful discussion. I was going through the topics also, very relevant in today's world, seeing the circumstances we are living in. We all know what's the value of information. പ്രസ് ക്ലബ്ബ് നമ്മളുടെ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആദ്യ സ്റ്റെപ്പ് മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒത്തൊരുമിച്ചൊന്ന് പ്രവർത്തിച്ച പ്രസ് ക്ലബിനുള്ള ആദരം. 2022 പ്രധാന അധ്യാപകനെ വിരമിച്ച ശേഷം ഇപ്പോഴും സജീവ പത്രപ്രവർത്തനം തുടരുകയാണ്.
ഇപ്പോഴും സജീവമായ മാധ്യമപ്രവർത്തകരാണ്. എബോള ഉണ്ടെന്ന് സംശയിക്കുന്ന രോഗിയെ ലക്ഷണങ്ങൾ കണ്ടയുടനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധനാ ഫലങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂരിൽ മറ്റൊരു ഷിഗല്ല കേസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗം നടത്തി എല്ലാ പ്രതിരോധ നടപടികളും അവലോകനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ചെയ്ത മദർ അവരുടെ ഫാമിലി പാലയിലാണ്, അതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഈ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കിട്ടും. അത് ഐസൊലേറ്റഡ് വാർഡിലേക്ക് പേഷ്യൻറ്റിനെ മാറ്റി. DMOമാരുടെയും വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. എല്ലാ പ്രതിരോധത്തിനുള്ള മാർഗങ്ങളും ആരാഞ്ഞിട്ടുണ്ട്. അതിൽ പക്ഷേ ഈ പരിസര ശുചീകരണം ഒരു പ്രധാന ഘടകമാണ്. ലോക്കൽ ബോഡിയെയും അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധനയുണ്ട്. വിദ്യാലയങ്ങളിലെ കിണറുകളിലും ബോർവെല്ലിലും പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മലപ്പുറം നിലമ്പൂരിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് ജ്വാല ത്രോയിങ് എക്സ്ഹോസ്റ്റ് സിസ്റ്റം ഘടിപ്പിച്ച മോഡിഫൈ ചെയ്ത വാഹനം പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് വേളയിലാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. തീ പുറപ്പെടുവിക്കുന്ന തരത്തിൽ വാഹനം നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്നും ഇത് പൊതുജന സുരക്ഷയ്ക്ക് ഗുരുതരമായ അപകടമുണ്ടാക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. മോട്ടോർ വാഹന വകുപ്പ് കൂടുതൽ നിയമ നടപടികൾ ആരംഭിച്ചതായും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന യാചന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യാജസിത്തൻ അറസ്റ്റിൽ. പത്തനംതിട്ട അടൂരിലാണ് സംഭവം. കുടുംബ തർക്കങ്ങൾ പരിഹരിക്കുവാൻ പൂജകൾ നടത്താൻ പ്രേരിപ്പിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അതിക്രമിക്കുകയായിരുന്നു. കൊല്ലം സ്വദേശി കാഞ്ഞിരവിള വീട്ടിൽ 50 വയസ്സുള്ള രഞ്ജു തങ്കപ്പനാണ് പ്രതി. അടൂർ പോലീസ് ഇൻസ്പെക്ടർ SHO അജയൻ, SIമാരായ പ്രതീഷ്, അനൂപ് രാഘവൻ, പോലീസ് ഓഫീസർമാരായ രാജഗോപാൽ, നിതിൻ, സുരേഷ്, സുനിത എന്നിവരടങ്ങിയ സംഘമാണ് യാജസിത്തനെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മൽ കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.
ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി തൊടുപുഴ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വിലക്കുറവിന്റെ പൂരം, അതും നമ്മുടെ തൊടുപുഴയിലും. ഒലിവ് പൂരം 2026. ഈ ഓഫറിൽ വരുന്ന ആദ്യത്തെ ഐറ്റം വെറും 13,900 രൂപയ്ക്ക് ക്യൂൻ സൈസ് കോട്ടൺ മാട്രസ്. മഹാഗണി വുഡില് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 6 ചെയറും 24,900. 5x3 സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 11,900. ഈ കാണുന്ന 3 ഡോർ ബെഡ്റൂം പാക്കേജ് 26,900. ഈ കാണുന്ന പ്രീമിയം ലാമിനേറ്റഡ് ബെഡ്റൂം പാക്കേജ് 35,900. വെറും 16,900 ഈ കാണുന്ന 6 സീറ്റർ കോർണർ സോഫ. 1 ലക്ഷം രൂപ വില വരുന്ന ഈ പ്രീമിയം സോഫയ്ക്ക് വെറും 47,000 രൂപ. ഈ കാണുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ വെറും 35,500. 85,000 റേഞ്ചിൽ വരുന്ന ഈ കോർണർ സോഫയ്ക്ക് വെറും 35,000. ഈ കാണുന്ന 3+1 സോഫാസിന് വെറും 29,900. ഈ ഓഫർ എല്ലാം ഒലിവ് ഫർണിച്ചറിന്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഓഫർ ആരും മിസ്സാക്കണ്ട. തൊടുപുഴയുള്ള നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശം ഒലിവ് ഫർണിച്ചർ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. വാർത്തകൾ തുടരുന്നു. ഇടുക്കിയുടെ മിടുക്കനായി നവനീത് സിബി ജോർജ് IMS 2026 മത്സരത്തിൽ ടീൻ വിഭാഗത്തിൽ വിജയം കൊയ്ത് ഇടുക്കിക്ക് അഭിമാനമായിരിക്കുകയാണ് കരിമ്പൻ സ്വദേശിയും +2 വിദ്യാർത്ഥിയുമായ നവനീത് സിബി ജോർജ്. 15ഓളം പേരെ പിന്തള്ളിയാണ് നവനീത് 1ാം സ്ഥാനത്തെത്തിയത്. നാട്ടുകാരും സ്കൂൾ അധികൃതരും നവനീതിനെ അനുമോദിച്ചു. വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് നവനീത്. ഡോക്ടർ സിബി ജോർജ്, ജൂലി സിബി ദമ്പതികളുടെ മകനാണ്. സഹോദരൻ നവജീത്. എറണാകുളം ഒബ്രോൺ മാളിൽ കഴിഞ്ഞ മാസം നടന്ന ഇന്റർനാഷണൽ മോഡലിംഗ് ഷോക്കേസ് മിസ്റ്റർ ടീൻ ഇന്ത്യ മത്സരത്തിലാണ് നവനീത് ഈ നേട്ടം കൈവരിച്ചത്. ടീൻ വിഭാഗത്തിൽ 15ഓളം പേരെ പിന്തള്ളിയാണ് നവനീത് 1ാം സ്ഥാനത്തെത്തിയത്. ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് മോഡലായി നവനീത് തെരഞ്ഞെടുക്കപ്പെട്ടു. ബാലവേല എന്ന വിഷയത്തിൽ നടത്തിയ ഇന്റർവ്യൂവിലും പല ഘട്ടങ്ങളിലായി നടന്ന പ്രകടനങ്ങളിലും നവനീത് മുന്നിലെത്തി. അവസാന റൗണ്ടിലെത്തിയ 15 പേരിൽ നിന്നാണ് നവനീത് 1ാമതെത്തിയത്. A man who masters himself can conquer any fear, any stage, and any dream. That belief defines who I am. My name is Navneet Sibi George. I'm a 17-year-old and I'm proudly coming from the green beauty of Idukki. I'm currently a 12th grade student and an aspiring model and also a future entrepreneur with the ambition of becoming a great entrepreneur one day while also building a powerful identity in the modeling industry. My hobbies include fitness, fashion, also learning about business and leadership too. I'd like to conclude with one message. Never let your fear, failure, and opinion define your worth. Strong people are not the one who never falls, but the one who keep rising with even greater purpose. Thank you. Have a wonderful program ahead. ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് നവനീത്. സ്കൂളിലെ ഹെഡ് ബോയ് കൂടിയാണ്. പിതാവ് ഡോക്ടർ സിബി ജോർജ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ RCH ഓഫീസറാണ്. മാതാവ് ജൂലി സിബി. ഏക സഹോദരൻ നവജീത് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ കഴിഞ്ഞ മാസം മെയ് 30-ാം തീയതി കൊച്ചി ഒബ്രോൺ മാളിൽ വെച്ച് ഇന്റർനാഷണൽ മോഡലിംഗ് ഷോക്കേസ് എന്ന IMS മോഡലിംഗ് ഏജൻസി ഓർഗനൈസ് ചെയ്ത നാഷണൽ ഒരു ലെവലിലുള്ള കോമ്പറ്റീഷനിൽ എൻ്റെ വിഭാഗത്തിൽ മിസ്റ്റർ ടീൻ ഇന്ത്യ IMS 2026 എന്ന വിഭാഗത്തിൽ എനിക്ക് മത്സരിക്കാനും അത് ടൈറ്റിൽ വിന്നറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാനും സാധിച്ചു. അതോടൊപ്പം തന്നെ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് മോഡൽ എന്ന ടൈറ്റിലും എനിക്ക് വിജയിക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരു വിന്നറായതിൽ IMS 2026 മിസ്റ്റർ ടീൻ ഇന്ത്യ 2026 എന്ന ടൈറ്റിൽ വിന്നറായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാത്രമല്ല
ഗിരിജ്യോതി CMA പബ്ലിക് സ്കൂളിലെ +2 സ്റ്റുഡൻ്റ് ആണ്. ഗിരിജ്യോതി CMA പബ്ലിക് സ്കൂളിനും ഇതൊരു അഭിമാനമാണ്. നാട്ടുകാരും സ്കൂൾ അധികൃതരും നവനീതിനെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മേലുകാവ് പഞ്ചായത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. സമ്മേളനം ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിസ് കറിയ ഉദ്ഘാടനം ചെയ്തു. മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി സന്നിഹിതയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പാലാ നിയോജകമണ്ഡലം സെക്രട്ടറി ജെയിംസ് സാമുവൽ അധ്യക്ഷത വഹിച്ചു. മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി മുഖ്യ പ്രഭാഷണം നടത്തി. SSLC +2 പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ മേലുകാവ് പഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് മേലുകാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മേലുകാവ് മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. മേലുകാവ് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ഉന്നത വിജയം നേടിയ 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അനുമോദനവും ഉപഹാര വിതരണവും നടത്തി. സമ്മേളനം ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിസ് കറിയ ഉദ്ഘാടനം ചെയ്തു. മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി സന്നിഹിതയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി ജെയിംസ് സാമുവൽ അധ്യക്ഷത വഹിച്ചു. മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി മുഖ്യപ്രഭാഷണം നടത്തി. കരിയർ ഗൈഡ് മനോജ് ടി ബെഞ്ചമിൻ സെമിനാർ നയിച്ചു. യൂത്ത് കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി ജെയിംസ് സാമുവൽ, ബാബു ജോൺ മറ്റത്തിൽ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ഭരണങ്ങാനം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോസുകുട്ടി വട്ടക്കാവുങ്കൽ, 14-ാം വാർഡ് മെമ്പർ മേഴ്സി സെബാസ്റ്റ്യൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രേം ജോസഫ്, മേലുകാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാമൻ വർഗീസ്, ബാലസഭാ റിസോഴ്സ് പേഴ്സൺ ശ്രീജിഷ ജേക്കബ്, CDS ചെയർപേഴ്സൺ ബെറ്റി RB, അസിൻ അന്നസാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മികവ് അംഗീകരിക്കുകയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രതിനിധികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മേലുകാവ്. കഞ്ഞിക്കുഴി ലയൺസ് ക്ലബ് ഇന്റർനാഷണലും കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സംയുക്തമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. കഞ്ഞിക്കുഴി ലയൺസ് ക്ലബ് പ്രസിഡന്റ് വിൻസെന്റ് ജോസഫ് ആർക്കാട്ട് താക്കോൽദാനം നിർവഹിച്ചു. കഞ്ഞിക്കുഴി ലയൺസ് ക്ലബ്ബും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി ബാബു കാരിക്കാട്ടിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മമാണ് നടന്നത്. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജെയിംസ് ചൗര്യാംകുഴി വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. നിങ്ങളുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും പ്രതിവാസികളെയും ആശീർവദിക്കണമേ. വീടിന്റെ താക്കോൽദാന കർമ്മം കഞ്ഞിക്കുഴി ലയൺസ് ക്ലബ് പ്രസിഡന്റ് വിൻസെന്റ് ജോസഫ് ആർക്കാട്ട് നിർവഹിച്ചു. കഞ്ഞിക്കുഴി ലയൺസ് ക്ലബ്ബ് രൂപീകൃതമായിട്ട് 3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന രീതിയിൽ നമ്മുടെ ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തിയ ഒരു പദ്ധതിയാണ് ഈ സ്നേഹവീട് എന്നുള്ളത്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം തലചായ്ക്കാൻ ഒരിടം സ്വന്തമായി ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അക്കാര്യത്തിൽ നമ്മുടെ ക്ലബ്ബംഗങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 7.5 ലക്ഷം രൂപയോളം മുടക്കുള്ള ഈ ഭവനത്തിൻ്റെ നിർമ്മാണം വെറും 4 മാസം കൊണ്ട് പൂർത്തിയാക്കി നമ്മളിപ്പോൾ ഇത് അവരുടെ ഉടമസ്ഥർക്ക് കൈമാറുകയാണ്. ഈ നല്ല വേളയിൽ പങ്കെടുത്ത, ഇതിനായി സഹകരിച്ച എല്ലാ നല്ല മനസ്സുകളോടും വളരെ ആത്മാർത്ഥമായി കഞ്ഞിക്കുഴി ലയൺസ് ക്ലബിൻ്റെ പേരിലുള്ള നന്ദിയും അവർക്കുള്ള അഭിനന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ജെയിൻ അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹൗസിംഗ് പ്രോജക്ട് കോർഡിനേറ്റർ KM മുരളി പദ്ധതി വിശദീകരണം നടത്തി. PMJF OA കുര്യൻ, സെക്രട്ടറി ടോമിച്ചൻ കണിയാമ്പാല, ചാപ്റ്റർ പ്രസിഡന്റ് സിബി ആർക്കാട്ട്, അരുൺ കുര്യാക്കോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർ വർഷങ്ങളിലും അർഹരായ ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഫുട്ബോൾ ലോകകപ്പ് ആവേശത്തിൽ മുതലക്കോണം സെന്റ് ജോർജ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പോർച്ചുഗൽ, അർജന്റീന ടീമുകളായി തിരിഞ്ഞു നടത്തിയ സൗഹൃദ മത്സരം സന്തോഷ് ട്രോഫി താരം PA സലിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കാൽപന്ത് കളിയുടെ ആവേശത്തിരയിളക്കി. വിദ്യാർത്ഥികൾ പോർച്ചുഗൽ, അർജന്റീന ടീമുകളായി തിരിഞ്ഞു നടത്തിയ സൗഹൃദ മത്സരം സന്തോഷ് ട്രോഫി താരം സലിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി സെന്റ് ജോർജ് മുതലക്കുടത്തെ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും എല്ലാം ഒരു ഉത്സവ ലഹരിയിലാണ്. ശരിക്കും ഇന്ന് ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ പ്രതിനിധി ഏൽപ്പിക്കുന്ന അർജന്റീന പോർച്ചുഗൽ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കാൻ തുടക്കം കുറിക്കുന്നത്. സത്യത്തിൽ ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് വലിയൊരു മാനവികതയാണ്. നമ്മൾ കാണാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ രാജ്യമായിട്ടോ നമ്മുടെ മതമായിട്ടോ നമ്മുടെ സംസ്കാരമായിട്ടോ ഒന്നും യാതൊരു ബന്ധമില്ലാത്ത ഒരു കൺസെപ്റ്റാണ് വേൾഡ് കപ്പ്. അപ്പോൾ ലോകം മുഴുവൻ ഒരു അതിർവരമ്പുകളില്ലാതെ, ഒരു ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ലോകത്ത് ഒരു വലിയ ഒരു കൺസെപ്റ്റാണത്. അസിസ്റ്റന്റ് മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് ചാരനാൽ, മുനിസിപ്പൽ കൗൺസിലർ ശ്രീജ രാജേഷ്,
പ്രധാനാധ്യാപിക ലിൻസിമോൾ സ്കറിയ, PTA പ്രസിഡന്റ് സിബിൽ ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് താരങ്ങൾക്ക് ആവേശം പകർന്നു. 0-1 ഗോൾ നിലയോടെ അർജന്റീന ടീം കപ്പിൽ മുത്തമിട്ടു. കായികാധ്യാപകൻ ജിമ്മി ജോസ്, സീനിയർ അസിസ്റ്റന്റ് ജോമോൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ തന്നെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തിയെന്ന് റോയ് കെ പൗലോസ് MLA. ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കട്ടപ്പനയിൽ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കട്ടപ്പന DYSP VT ഷാജൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്ഷീര കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ KJ ജോസ്മോൻ. എബോള, ഷിഗല്ല വൈറസുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ വ്യാപിക്കുമെന്നോർത്ത് ആശങ്കപ്പെടേണ്ടെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.